ഈ കമന്റ്സ് വരുമ്പോ ഇടയ്ക്ക് ഈ ഷേതയെ ബോഡി ഷേമിങ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ വിഷമം ഉണ്ടാവുമായിരിക്കും. ആദ്യമൊക്കെ എനിക്ക് വിഷമമായിരുന്നു. പിന്നെ പിന്നെ ആൾക്കാർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് അവരുടെ ഇതാ സ്വഭാവമാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ അടിച്ചു വിളിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാന്നുള്ളത്. ഒരാൾ എൻജോയ് ചെയ്യുന്ന വേറെ ഒരാൾക്ക് കുശുമ്പ് എന്ന് പറയത്തില്ലേ, അതന്നെയാ അത്. അടുത്ത് പോകുന്നത് ജപ്പാനാണെന്ന് പറഞ്ഞു. അപ്പൊ കൂടെ പോകുന്നുണ്ടോ ഈ ട്രിപ്പിൽ? ഇല്ല, അത് ചേട്ടൻ ഒരു ഒഫീഷ്യൽ ട്രിപ്പിന് പോവാ. ഓ, യൂട്യൂബ് പരിപാടികൾ ഉണ്ടാവില്ല, വീഡിയോ ഷൂട്ടിംഗ് ഉണ്ടാവില്ല. വീഡിയോ ഷൂട്ടിംഗ് ഉണ്ട്, എന്നാലും ചേട്ടൻ ഒരു പ്രോഗ്രാമിന് വിളിച്ചിട്ട് പോവാ. ഓ, അങ്ങനെ പോവാണ്. ഈ നാട് മുഴുവനും കറങ്ങി നടക്കുമ്പോൾ ഞാൻ സുഹിത്തിനോട് ചോദിച്ചതുപോലെ നമ്മുടെ നാട്ടിനെ കുറിച്ചുള്ളൊരു കോൺസെപ്റ്റ് മാറി വരും. നമുക്ക് ഇത് വേണമായിരുന്നു, അത് വേണമായിരുന്നു എന്നൊക്കെ തോന്നൂലേ? ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. കുറെ അടുത്ത് ഞാനും പോയിട്ടുണ്ടല്ലോ ചേട്ടൻ്റെ കൂടെ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമ്മുടെ നാട്ടിലും ഇതേപോലെ വേണം എന്ന് കുറെ കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട്. അത് തോന്നാതിരിക്കില്ല, സ്വാഭാവികമാണ്. നമ്മുടെ നാട്ടിലും പല സ്ഥലത്തും യാത്ര ചെയ്യുമല്ലോ. അപ്പം അവിടെയും യാത്ര ചെയ്യുന്നുണ്ട്, നമ്മൾ ഇവിടെയും യാത്ര ചെയ്യുന്നുണ്ട്. എന്താണ് തോന്നുന്ന വ്യത്യാസം? അത് അന്യ നാടിനപ്പുറത്തേക്ക് നമുക്കും കുറെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇല്ലേ? നമ്മുടെ സ്ഥലങ്ങളും ആൾക്കാർ ഇനി കണ്ടു തീർക്കാത്ത ഒരുപാട് സ്ഥലങ്ങളില്ലേ? ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ നമുക്ക് തോന്നൂലേ, അയ്യോ ഇവിടെ ഒന്നും ആൾക്കാർ വരുന്നില്ലല്ലോ, ഇത് ടൂറിസം പ്ലേസ് ആയിട്ട് മാറിയിട്ടില്ല എന്ന് തോന്നില്ലേ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ? ഒരുപാട് സ്ഥലം അങ്ങനെ തോന്നിയിട്ടുണ്ട്. കുറെ സ്ഥലം, ഫോർ എക്സാമ്പിൾ ഞങ്ങള് ഞങ്ങൾ എവിടെയോ പോയപ്പോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞായിരുന്നു, ടൂറിസ്റ്റുകൾ ഇവിടെ വരാറില്ല, ആൾക്കാർക്ക് ഇങ്ങനത്തെ സ്ഥലം ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ഞങ്ങൾ കുറെ സ്ഥലമുണ്ട്, നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതൊരു ആ നാട്ടിലെ ലോക്കൽ ബോഡി അല്ലെങ്കിൽ ആ നാട്ടിലെ ഗവൺമെന്റ് അവിടുത്തെ ടൂറിസം സാധ്യതകൾ പ്രൊമോട്ട് ചെയ്യാത്തതിന്റെ കഴിവുകൾ മാത്രമേ അങ്ങനെ ഉണ്ടെങ്കിൽ. അതെ അതെ, അങ്ങനെയുണ്ട് പല സ്ഥലങ്ങളിലും. എന്തിനാ, നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കേരളത്തിലാകെ ആൾക്കാർക്ക്, ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ ആൾക്കാർക്കാണെങ്കിലും കേരളത്തിൽ എന്തോരം സ്ഥലങ്ങളുണ്ട്, അതൊന്നും അറിയത്തില്ല. ആകെ അറിയാവുന്ന വർക്കല, കോവളം, മൂന്നാർ, വയനാട്, പോപ്പുലർ ആയിട്ട് പിന്നെ വരുന്നത് നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ ഫോറിനേഴ്സിനിടയിൽ. ഇല്ലെങ്കിൽ ആലപ്പുഴ, മൂന്നാർ, തേക്കടി, ഇത്രയല്ലേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ കേരളത്തിൽ തന്നെ എന്തോരം സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ഫുഡും കുറെയൊക്കെ ഇപ്പൊ പുറത്തുനിന്ന് നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ പലതും നമുക്ക് രസമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഫ്യൂഷനും ഒക്കെ ചെയ്യണമെന്നും ഒക്കെ മനസ്സിലുണ്ടാവുമായിരിക്കുമല്ലോ. ഇവിടുത്തെ ഫുഡിനെ കുറിച്ചുള്ള കമന്റ്? ഏറ്റവും നല്ല കേരള ഫുഡ് കിട്ടണമെങ്കിൽ ഐ തിങ്ക് യു നീഡ് ടു ഗോ ഔട്ട് സൈഡ്. ദുബായി പോകണം, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകണം. ഏറ്റവും നല്ല കേരള ഫുഡ് കിട്ടണമെങ്കിൽ ഇവിടെ പുറത്തിറങ്ങി ഒരു 100 ഹോട്ടൽ എടുത്താൽ അതിനകത്ത് 80 മന്തിയും കുഴിമന്തിയും സാധനങ്ങളൊക്കെ ആയിരിക്കില്ലേ അല്ലേ? ഒരു നാടൻ ഫുഡ് കിട്ടുന്ന എത്ര ഹോട്ടൽസ് നമ്മുടെ നാട്ടിലുണ്ട്? വളരെ കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ അവിടെ എന്തുകൊണ്ട് ആളുകൾ പോകുന്നില്ല? ആളുകൾ പോകാത്തോണ്ടായിരിക്കുമല്ലോ അത് കുറഞ്ഞത്. നമുക്കപ്പം പ്രിയം മറ്റ് ഫുഡുകളോടാണോ? അല്ലല്ല, നമുക്ക് നാടൻ ഫുഡ് ഇഷ്ടമാണ്, പക്ഷെ ഹൈജീനിസിറ്റി ഒരു പ്രശ്നമായിരിക്കും. അതുകൊണ്ടും ഹൈജീനിക്കായിട്ട് കിട്ടാത്ത സ്ഥലങ്ങൾ ഉള്ളതുകൊണ്ട്, കിട്ടാത്ത സ്ഥലങ്ങൾ ഇല്ലാത്ത അങ്ങനെ ഉള്ളതുകൊണ്ടാണോ പ്രശ്നങ്ങൾ? എനിക്കറിയില്ല. നല്ല ഫുഡ്, ടേസ്റ്റിയോടെ ഫുഡ് ഉണ്ടാക്കുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഷെഫുമാര്, നല്ല പേയ്മെന്റ് കിട്ടുമ്പോ അവര് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നു. അല്ലെ, അവൻ സ്വന്തമായിട്ട് എന്തെങ്കിലും മറ്റ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നു. അപ്പൊ അങ്ങനെയുണ്ട് കേട്ടോ. അത് നല്ല ഫുഡ് കിട്ടുന്ന, നാടൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് വളരെ കുറവല്ലേ? അത് എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ ഒരുപാട് പേരുണ്ട്. ഞങ്ങളൊക്കെ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, അയ്യോ അത് കിട്ടിയിരുന്നെങ്കിൽ, കപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോകുമ്പോൾ ഉച്ചയ്ക്ക് നല്ല ഒരു കഞ്ഞി കഴിക്കാൻ പറ്റിയ, പോയിരുന്ന് കഴിക്കാൻ പറ്റിയ നല്ല റെസ്റ്റോറൻറ്റ്സ് എത്ര ഉണ്ട്? നല്ല റെസ്റ്റോറൻറ്റ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നല്ല റെസ്റ്റോറൻറ്റുകൾ എന്ന് പറയുന്നത് നല്ല ഭക്ഷണം കിട്ടുന്നത് മാത്രമല്ല, നല്ലൊരു ഡൈനിങ് സ്പേസ്, അത്യാവശ്യം വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ അങ്ങനെ ഒരു സ്പേസ് ഒക്കെ ഉള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റുകൾ എത്തുന്നുണ്ട്. വളരെ കുറവായിരിക്കാം, വളരെ കുറവാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹൈ എക്സ്പെൻസീവ് ആയിരിക്കാം. സാധാരണക്കാരൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഹോട്ടൽസ് വളരെ കുറവായിരിക്കാം. മറ്റുള്ള ഫുഡുകളാണ് നമ്മുടെ നാട്ടിൽ മേൽക്കൈമേൽ നിൽക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പലപ്പോഴും. കൊച്ചിയിൽ ഒരുപക്ഷെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കുറച്ചുകൂടെ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ടാക്കി ഈ പറയുന്ന പോലെ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുത്താൽ കുറെ കൂടെ കച്ചവടം ഇരട്ടിക്കില്ലേ? ശരിക്കും അങ്ങനെ തോന്നാറില്ലേ? തോന്നാറുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഇപ്പൊ ഷോപ്പിംഗ് മാളുകളിൽ പോകുന്നത്. അതെ അതെ, അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം അവിടെ കിട്ടും. വണ്ടി പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പാർക്കിംഗ് ഏറ്റവും വലിയ പ്രശ്നമല്ലേ? കൊച്ചിയുടെ ഒരു കാലത്തെ, കൊച്ചിയുടെ ഹൃദയമായിരുന്ന എം ജി റോഡ് ഇപ്പൊ എങ്ങനെയാ അല്ലേ? ഇപ്പം ആ ഒരു ഹൃദയം എം ജി റോഡിൽ നിന്ന് പറിച്ചെടുത്ത് എടപ്പള്ളിയിലേക്ക് മാറ്റിയ പോലെ ആയില്ലേ? അതെ, കൊച്ചി മാറിക്കൊണ്ടിരിക്കുകയാണ് പല സംഭവങ്ങളും. ഇപ്പൊ നിങ്ങള് ഫോബ്സിൽ വരുമ്പോ, ഫോബ് മാഗസീനിൽ വരിക എന്നൊക്കെ പറയുന്ന പണ്ട് നമുക്ക് ഭയങ്കര ഒരു വലിയ സംഭവമായിരുന്നു. ഇന്നും ആ സാധനം പലർക്കും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സ്പേസിലാണ് നിൽക്കുന്നത്. അവിടെ വന്നപ്പോ
ഇല്ലെങ്കിൽ അത് വരുമ്പോഴത്തേക്കും നമുക്കൊരു പ്രൗഡ് തോന്നുമല്ലോ. ഇപ്പൊ ഗോൾഡൻ വിസ കിട്ടിയ സമയത്ത് നമുക്കൊരു അഭിമാനം തോന്നുമല്ലോ. അപ്പോഴെന്താണ് ശരിക്കും മനസ്സിൽ തോന്നിയത് ഫോബ്സിൽ വരുമ്പോ? ഞാൻ ഇവിടെ കണ്ടാലും മനസ്സിലാവും. ഇവിടെ എനിക്ക് ധാരാളം ഇതുപോലെയുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ ആകെ ഒരെണ്ണം വെച്ചിട്ടുള്ളത് ഫോബ്സിന്റെ മാത്രമാണ്. ഓ അതാണ് ആയിരിക്കുന്നതല്ലേ? അതെ, വേറെ ഒന്നും വെച്ചിട്ടില്ല. കാരണം അത് നമുക്ക് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാല്. അത് 2 തവണ അടുപ്പിച്ച് അവർ ലിസ്റ്റ് ചെയ്തു. കഴിഞ്ഞ തവണ ലിസ്റ്റ് ചെയ്തു, ഇത്തവണ ലിസ്റ്റ് ചെയ്തു. അത് അവരിങ്ങോട്ട് വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ ഡീറ്റെയിൽസ് എടുത്തിട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു അവർക്ക് എന്തോ ഒരു ഏജൻസീസ് ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ കണ്ടുപിടിക്കാനും പറ്റുമൊക്കെയായിട്ട്. സോ എന്തായാലും ഭയങ്കര ലക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോ നമുക്ക് പ്രൊഫൈലിൽ കാണിക്കാമല്ലോ, വി ഗോട്ട് ഫീച്ചേർഡ് ഓൺ ഫോബ്സ് മാഗസിൻ എന്ന് പറഞ്ഞു. അപ്പൊ അത് കണ്ടിട്ട് ധാരാളം ബ്രാൻഡുകളും നമ്മൾ അപ്രോച്ച് ചെയ്യും. പല ബ്രാൻഡുകളും പല PR ഏജൻസികളും നമ്മൾ അത് കണ്ടിട്ട് അപ്രോച്ച് ചെയ്യും. അപ്പൊ നമ്മൾ റേറ്റ് പറയുമ്പോൾ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ കുറച്ചും കൂടെ നമുക്ക് ഒരു സ്ട്രോങ് ഇതുണ്ടാവും. നമ്മളൊരു റേറ്റ് പറയുമ്പോൾ അവർ റേറ്റ് കുറയ്ക്കുമല്ലോ. അപ്പൊ എനിക്കത് പറ്റില്ല, എനിക്ക് റേറ്റിനാണല്ലോ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് തന്റെ അടുത്തോളം പറയാനൊക്കെ പറ്റും. ഇപ്പോ അറൗണ്ട് ഒരു 30 രാജ്യം കവർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? 32 രാജ്യങ്ങളായി. ഇനി പോകാൻ പോകുന്ന ജപ്പാനിലേക്ക്. ഞാൻ ഒന്ന് പോയതാണ്, ഇനി ഒന്നും കൂടെ പോകുന്നുണ്ട്. ഈ 30 രാജ്യങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുന്നത് കുറച്ചൊരു ഗ്ലോബൽ പൗരനായിട്ടായിരിക്കും അല്ലേ? നമുക്കത് എപ്പോഴെങ്കിലും സുജിത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ പഴയ പോലെ അല്ല ചിന്തിക്കുന്നത്, പഴയതുപോലെയല്ല ഞാൻ പറയണത്, എൻ്റെ ലുക്ക് മാറി, ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ചിന്തിക്കുന്ന പോലെ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ നാട്ടിലാണല്ലോ. നമ്മുടെ സൊസൈറ്റിയും കൂടെ മാറി ചിന്തിച്ചാൽ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നത് അവർക്ക് മനസ്സിലാവത്തുള്ളൂ. പല കാര്യങ്ങളും ഇപ്പൊ ഒന്നും വേണ്ട, ഞാനൊരു നിക്കറിട്ട് പുറത്തിറങ്ങിയാൽ തന്നെ നമ്മളൊരാളൊരു നിക്കറിട്ട് ഒരു ഷോപ്പിംഗ് മോളിൽ പോയാലോ അല്ലെങ്കിൽ പുറത്തിറങ്ങിയാലോ ആളുകൾ നമ്മളെ കാണുന്ന രീതി വ്യത്യാസമാണ്. ഇവരെന്തിനീ കുട്ടി നിക്കറിട്ട്, ഇവര് മാന്യമായ വസ്ത്രം ധരിച്ചിട്ടൂടെ എത്ര ആൾക്ക്. ഞാൻ നിക്കറിട്ടിട്ടുള്ള ഷോർട്ട്സ് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴെ കമന്റ് വരും, നിക്കർ എന്താ മാന്യമായിട്ടുള്ള വസ്ത്രമല്ലേ? എനിക്കറിയില്ല. ഒന്നാമത് നമ്മള് ചൂട് കാലത്ത് നാട്ടിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഈ പാന്റ് ഒക്കെ ഇടുന്നതിലും വളരെ കംഫർട്ടബിൾ ആണ് നമുക്ക് നിക്കറിട്ട് നടക്കുന്നത്. നമ്മുടെ കാലാവസ്ഥ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഷോർട്സ് ഇട്ട് നടക്കുമ്പോഴത്തേക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയപ്പോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വീണ്ടും മാറി. ഞാൻ പുറത്തു പോകുമ്പോൾ ഞാൻ നിക്കറിട്ട് നടക്കും, പ്രശ്നമില്ലല്ലോ. അപ്പൊ അത് അങ്ങനെ ഓരോ മാറ്റങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് അതങ്ങനെയൊക്കെയാണ്. നമ്മുടെ ആ സൊസൈറ്റിയും കൂടെ മാറി വരണം പല കാര്യങ്ങളും. പക്ഷെ ഇങ്ങനെ ഉള്ളപ്പോഴും പെട്ടെന്നൊരു മാറ്റം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഉള്ളപ്പോഴും ശരിക്കും സുജിത്തിന്റെ വീഡിയോസിന് അക്സെപ്റ്റൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണെന്നാണ് അതിന്റെ അർത്ഥം. ഈ ഇഷ്ടം എങ്ങനെയായിരിക്കും ഉണ്ടായതെന്ന് മനസ്സിലാക്കണേ. ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്, നാടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ ആളെയും കൂടെ അംഗീകരിക്കേണ്ടതുണ്ട്. അപ്പം ആളെ ഇത്രയും കാലം മലയാളി സ്നേഹിക്കുകയും ഇല്ലെങ്കിൽ ലോകത്തുള്ള മലയാളികൾ സ്നേഹിക്കുകയൊക്കെ ചെയ്യണതിന് എന്തായിരിക്കും കാരണമെന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. എടുത്തു തരാൻ വേണ്ടി എനിക്ക് ഏതാ വേണ്ടേ? ഒരെണ്ണം തരും ഞാൻ. ഏതാ വേണ്ടേ? ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നതാ? ഇത് എവിടെ നിന്ന് വാങ്ങിച്ചത്? ഏത് രാജ്യത്ത് നിന്ന് കൊണ്ടുവന്നതാ? ഇത് എവിടെ നിന്ന് വാങ്ങിയതാ? ക്യൂബന്നാണോ വാങ്ങിച്ചത്? ഏതാ വേണ്ടേ? വിക്കാച്ച് തരൂല, ഇത് വേണം തരാം. ഇതെടുത്തപ്പോ അവരത് വേണം, വിക്കാച്ച് വേണം. നീ അതുകൊണ്ട് കളിച്ചാ മതി. ഇത് പുറത്തുനിന്ന് വാങ്ങിട്ട് വന്നതായിരിക്കോ? വിമാനത്തിൽ നിന്ന് വാങ്ങിച്ചാ ഡ്യൂട്ടി ഫ്രീയിൽ കിട്ടും. താഴും. ഞാൻ ചോദിച്ചത് ആ ഒരു എന്തുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെടുന്നത്, സുജിത്തിനെ ഇഷ്ടപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. മേ ബി നമ്മുടെ പ്രസന്റേഷൻ കൊണ്ടാവാം, നമ്മുടെ അവതരണം ആളുകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാവാം. ഇപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ധാരാളം ആങ്കേഴ്സ് ഉണ്ട്. എനിക്ക് ചിലപ്പോ നിങ്ങളെ ഇഷ്ടമായിരിക്കും, ചിലപ്പോ മറ്റാളെ ഇഷ്ടമല്ലായിരിക്കും. അപ്പൊ അതിന് പല റീസൺസ് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ചിലപ്പോ ചിലർക്ക് അപ്പിയറൻസ് വൈസ് ആയിരിക്കും, ചിലപ്പോ ചിലരുടെ സംസാര രീതിയിലായിരിക്കും ഇഷ്ടം വരിക, ചിലപ്പോ ചിലരുടെ എന്താ പറയാ ചോദ്യം ചോദിക്കുന്ന സ്കില്ലിലായിരിക്കും. അപ്പൊ അങ്ങനെ പല സ്കിൽ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ആങ്കേഴ്സ് കേൾക്കുന്ന തെറിവിളി എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട്. ഒന്ന്, ഇടയ്ക്ക് കയറി ഇന്ററപ്റ്റ് ചെയ്യുക. 2, എന്താ പറയാ പൊട്ട ചോദ്യങ്ങൾ ചോദിക്കുക. അതൊക്കെയല്ലേ കൂടുതൽ ആൾക്കാർ പറയുന്നത്. ഇല്ലെങ്കിൽ ഇവരെന്തിനാ വെറുതെ ചിരിക്കുന്നത്, അങ്ങനെ സാര കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത് ആളുകൾ. അപ്പം പല റീസൺസ് ഉണ്ടാവുമല്ലോ നമ്മളെ ഒരാൾ ഇഷ്ടപ്പെടാനായിട്ട്. അപ്പോ അത് ഓരോ വ്യക്തികൾക്കും പക്ഷെങ്കിലും വ്യത്യസ്തമായിരിക്കും. ടെക് പറയുമ്പോ, ഫുഡ് പറയുമ്പോ, ട്രാവൽ ചെയ്യുമ്പോ ഒക്കെ അതിനകത്ത് നമുക്ക് വീഡിയോസ് ഇടുമ്പോൾ അതിന്റെ ഒരു പ്രതിഫലനം വരും. ഉണ്ട്. ഇപ്പൊ ഞാൻ ഫാമിലി ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവര് ചിലപ്പം ഞാൻ ഒരു ഫോറിൻ ട്രിപ്പ് പോയി ഇടുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ കണ്ടില്ല എന്ന് വരാം. അപ്പൊ അത് ഇഷ്ടപ്പെടുന്ന വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്, അവരത് കണ്ടോളും. ഞാനൊരു ടെക്കിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത്
ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടാവും. അവർ ഇഷ്ടപ്പെടുന്നവർ കണ്ടോളൂ. ഇപ്പോൾ ഈ രാജ്യങ്ങൾ ഇങ്ങനെ കറങ്ങി വരികയും പിന്നെ ഈ പറയുന്ന പോലെ ഫുഡ് ചെയ്യുകയും എല്ലാം കൂടെ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തിരുന്നതുകൊണ്ടാണ് ആ പേര് അങ്ങനെ തന്നെ ഇട്ടത്. അപ്പം ഏതെങ്കിലും ഒന്ന് വീക്ക് ആയാലും നമുക്കത് സ്ട്രോങ് ആക്കാം എന്നുള്ള ഒരു അതിനകത്ത് ട്രാവൽ കുറച്ച് ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് തന്നെയേ ഉള്ളൂ. ബാക്കിയൊക്കെ പേരിന് മാത്രം ചെയ്യുന്നതാണ്. ഫുഡും ടെക്ക് ഇപ്പൊ അധികം ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഉണ്ട്. ഇപ്പൊ ഇന്ന് അടുപ്പിച്ച് 2-3 ടെക് വീഡിയോസ് വന്നിട്ടുണ്ട്. കാരണം നമ്മളിവിടെ കുറെ സാധനങ്ങൾ വാങ്ങിച്ചൊക്കെ അൺബോക്സ് ചെയ്ത് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തത്. അപ്പം എന്തായാലും അടിപൊളിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. ഫാമിലി ബ്ലോഗ് എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഫാമിലി ആയിട്ട് തന്നെ പൊളിക്കും. ഓക്കെ, താങ്ക് യു. സന്തോഷം. താങ്ക് യു.